പ്രിയ ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താ വിഷയം. ദൈവപുത്രനായ ഈശോയെ കല്ലെറിയാൻ ഒരുങ്ങുന്ന യഹൂദരോട് തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ തിരിച്ചറിയാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നതായി നാം വായിച്ചു കാണുന്നു. സത്യം വെളിപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം വിദ്വേഷം വളർത്തുന്ന മനുഷ്യ സഹജമായ ബലഹീനതയെ ഈ വചനം ഇത്തരണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതം പ്രവർത്തിച്ചിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളിലും പതറാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ നന്മകളെ ലോകം തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിതാവായ ദൈവം നമ്മെ അറിയുന്നു എന്ന ഉറപ്പ് ഈ സുവിശേഷ ഭാഗം നൽകുന്നു. ദൈവികമായ അടയാളങ്ങൾക്ക് മുന്നിലും ഹൃദയം കഠിനമാക്കുന്നവർ ദൈവരാജ്യത്തിന് അയോഗ്യരാണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. വചനത്തെ കേവലം അക്ഷരങ്ങളായല്ല, മറിച്ച് ജീവനായി ഉൾക്കൊള്ളാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവമക്കളായി യഥാർത്ഥത്തിൽ മാറുന്നത്, ആഴപ്പെടുന്നത്. ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കാനും അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ എല്ലാ കുറവുകളെയും പരിഹരിക്കുകയും അവിടുത്തെ പ്രകാശത്തിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.